ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ പറ്റിയാണ്. സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരുപാട് പ്ലാന്റ്സ് ടോക്സിക് ആയിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും നമ്മളുടെ പെറ്റ്സിനും അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് വൺ അലോക്കേഷ്യ. ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സിൽ ഏറ്റവും കൂടുതൽ ഇൻസോലുബിൾ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിരിക്കുന്നത് കാരണം പെറ്റ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ സ്വെല്ലിങ് അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് വായിക്കകത്തൊരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി പെറ്റ്സിൻ്റെ അകത്ത് ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോബ്ലംസ് കാണുന്നത്. നമ്മൾ ഈ പ്ലാന്റ്സിനെ ഒഴിവാക്കിയല്ല വേണ്ടത്. അതുപോലെ ഈ ഒരു പ്ലാന്റ്സിനെ കുട്ടികളും പെറ്റ്സിൻ്റെ അടുത്ത് നിന്നും മാറ്റി ദൂരത്ത് എവിടെയെങ്കിലും വെക്കുക. സെക്കൻഡ് വൺ പീസ് ലില്ലി. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ അടുത്തിടയ്ക്ക് നാസ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അകത്ത് വരുന്നതാണ് പീസ് ലില്ലി. എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയാണ്. മൈൽഡായിട്ടുള്ള ഒരു ടോക്സിക് മാത്രമേ പീസ് ലില്ലിയിലുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുട്ടികളും പെറ്റ്സും ഉള്ള സമയത്ത് നമുക്ക് ഈ പ്ലാന്റ്സ് താഴെയൊന്നും വെക്കാതെ വളരെ ഉയരത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം അറിയാതെ ഇതിൻ്റെ ലീവ്സ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അത് സ്വെല്ലിങ്ങും ഇറിറ്റേഷൻസും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മൗത്ത് നൗസിയ അതുപോലെ വൊമിറ്റിങ് ഇതെല്ലാം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പീസ് ലില്ലിയുടെ ലീവ്സിലും ഇൻസോലുബിൾ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. തേർഡ് വൺ കലേഡിയം. എല്ലാവരും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ളത് കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ടും പോയ്സണസ് ആണ്. ഇതിൻ്റെ അകത്ത് കാൽസ്യം ഓക്സലൈറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വായിലെ ടങ്ങും അതുപോലെ തന്നെ ത്രോട്ടും മൗത്തിൻ്റെ അകത്തെല്ലാം തന്നെ ശരിക്കും നീര് വെക്കുകയും ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോഫ്റ്റ് ഇഷ്യൂസ് ഒക്കെ തന്നെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഇൻഡോറിൽ വെക്കുവാണെങ്കിൽ മുകളിലായിട്ട് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇത് നേരത്തെ പോലെ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഇറിറ്റേഷൻസാണ് ഈ കലേഡിയത്തിൻ്റെ പ്ലാന്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് വളരെ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഒഴിവാക്കുക അല്ല, ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പുറത്താണെങ്കിൽ പോലും നമ്മുടെ ഗാർഡനിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് കുറച്ച് മുകളിലായിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ വളരെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. ഫോർത്ത് വൺ സൻസെവേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ മദർ ആൻഡ് ടങ് പ്ലാന്റ്, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതും നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പോയിസണസ് പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ലീവ്സ് ധാരാളമായിട്ട് അശ്രദ്ധമായിട്ട് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിപ്സിലും അതുപോലെ തന്നെ നമ്മുടെ നാക്കിലും വായ്ക്കുള്ളിലും എല്ലാം തന്നെ പെട്ടെന്ന് സ്വെല്ലിങ് ഉണ്ടാകുകയും വോമിറ്റിങ്ങും ഡയറിയയും അബ്ഡോമിനൽ പെയിൻ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആപ്പറ്റൈറ്റ് പോലും നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് കുറച്ച് മാറ്റി തന്നെ വെക്കുക. ഇത് ശരിക്കും നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണെങ്കിൽ തന്നെയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് താഴെ ഭാഗങ്ങളിലൊന്നും തന്നെ ഇൻഡോറിൽ ഈ ഒരു ചെടി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണ് സ്നേക്ക് പ്ലാന്റ്. പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഫിഫ്ത്ത് വൺ പോത്തോസ് മണി പ്ലാന്റ്.
ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഹാങ്ങിങ് ആയിട്ട് പെട്ടെന്ന് വളരുന്നതും എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളും ചിലപ്പം ഇതിൻ്റെ ലീവ്സ് പിടിച്ചു വലിക്കുവാനും അതുപോലെ വായിലിടാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പെറ്റ്സും അറിയാതെ തന്നെ ഇതിൻ്റെ ലീവ്സൊക്കെ കടിച്ച് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ശരിക്കും മൈൽഡായിട്ടുള്ള ഒരു പോയിസണസ് പ്ലാന്റാണ്. എസ്പെഷ്യലി ഗോൾഡൻ പോത്തോസിലാണ് കൂടുതലായിട്ടും പോയിസണസ് കണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് സിംറ്റംസ് വരുന്നത് ബേണിംഗ് ഓഫ് ദ മൗത്ത്, പെട്ടെന്ന് തന്നെ വായിക്കകത്ത് പൊള്ളുന്ന പോലെ തോന്നുക, പിന്നെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകുക, പെട്ടെന്ന് തന്നെ വായ്ക്കുള്ളിൽ സ്വെല്ലിംഗ് ഉണ്ടാകുക, അത് ലിപ്സിലും ടങ്ങിലും ത്രോട്ടിലും ഒക്കെ ഉണ്ടാവും. വോമിറ്റിങ്ങും ഡയറിയയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ തന്നെയും ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്, വെച്ചുകൊണ്ടിരിക്കരുത്. 6th one സിങ്കോണിയം ഒരു ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗവും പോയിസണസ് ആണ്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ വായിൽ, അതുപോലെ തന്നെ നമ്മുടെ ടങ്ങിൽ, നമ്മുടെ ത്രോട്ടിൽ എല്ലാം ഉണ്ടാവും. അതുപോലെ ഓക്സാലിക് ആസിഡ് ഉള്ളത് കാരണം ഐ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സിങ്കോണിയവും ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ വീടുകളിൽ വെക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുക, കുട്ടികളുള്ള സമയത്തും പെറ്റ്സൊക്കെ ഉള്ളിടത്തും. അതുപോലെ തന്നെ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആരോ ഹെഡ് പ്ലാന്റ്, ആരോ ഹെഡ് വൈൻ, ആഫ്രിക്കൻ എവർഗ്രീൻ, അമേരിക്കൻ എവർഗ്രീൻ, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് വെള്ളത്തിൽ നമ്മൾ വളർത്താറുണ്ട്, അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഞാനും വീട്ടിൽ വെള്ളത്തിലും അതുപോലെ തന്നെ പോട്ടിലും വെച്ചിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. നമ്പർ 7 ഡംകിൻസ്. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയതുകൊണ്ട് ഇൻഡോറാണ് കൂടുതലായിട്ടും എല്ലാവരും വെക്കുന്നത്. ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ടും പോയിസണസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം നമ്മൾ അറിയാതെ കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ പെറ്റ്സോ അറിയാതെ കഴിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ വായ്ക്കകത്ത് നീര് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ സ്പീച്ച്ലെസ് ആയി പോകും. ഡംപായിട്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഡംകെയിൻ എന്ന് തന്നെ വന്നത്. നമ്പർ 8 സെമിയോകുൽക്കസ് സെമിഫോലിയോ അല്ലെങ്കിൽ CC പ്ലാന്റ് എന്ന് നമ്മൾ പറയും. ഈ ഒരു പ്ലാന്റ് വളരെ ഭംഗിയാണ്. അതിൻ്റെ ലീവ്സൊക്കെ കാണാൻ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ളതാണ്. എക്സ്ട്രീംലി ലോ ലൈറ്റിൽ എത്ര വെളിച്ചക്കുറവാണെങ്കിൽ പോലും ഇത് വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റാണ്. ഒരുപാട് കെയർ വേണ്ടാത്ത നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ ഇതൊരു പോയിസണസ് പ്ലാന്റാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിസണസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൽ വളരെ മൈൽഡായിട്ടുള്ള ടോക്സിക്കാണ് ഉള്ളത്. അപ്പം വളരെ മൈൽഡാണ് എങ്കിൽ പോലും നമ്മൾ കൂടുതൽ അറിയാതെ കൺസ്യൂം ചെയ്ത് പോവുകയാണെങ്കിൽ, പെറ്റ്സ് ആണെങ്കിലും കൂടുതൽ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായെല്ലാം ഭയങ്കരമായിട്ട് പൊള്ളിപ്പോകുന്ന ഒരവസ്ഥ, ബേണിംഗ് സെൻസേഷൻ ഭയങ്കരമായിട്ടുണ്ടാകും. മുഖത്തിലൊക്കെ നീരും അതുപോലെ തന്നെ വായ്ക്കുള്ളിൽ നീര് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഇങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ സൂക്ഷിച്ച കരുതലോടുകൂടി തന്നെ വളർത്തുക. അതോടൊപ്പം തന്നെ ഇത് കൂടാതെ നമുക്ക് നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഡോങ്കീസ് ടെയിൽ, ബോസ്റ്റൺ ഫേൺ, ഫിറ്റോണിയ, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്സ്, ഹോയ, പ്രയർ പ്ലാന്റ്സ്, ആഫ്രിക്കൻ വയലറ്റ്, എയർ പ്ലാന്റ്സ്, ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ബൈ ബൈ.